മൊബൈൽ സൈബർ തട്ടിപ്പുകൾ ആശങ്കാജനകമായി ഉയരുന്നു. കഴിഞ്ഞ വർഷം മാത്രം 1000 കോടി രൂപയ്ക്ക് മുകളിലാണ് തട്ടിപ്പുകാർ ജനങ്ങളിൽ നിന്ന് കവർന്നെടുത്തത്. മൊബൈൽ സൈബർ കുറ്റകൃത്യങ്ങൾ വൻതോതിൽ വർദ്ധിക്കുന്നു. 2025 മാത്രം 4825 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. സമീപ വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. തട്ടിപ്പുകാർ കവർന്നെടുത്തത് 1000 കോടിയിലധികം രൂപ. എന്നാൽ തിരിച്ചു കിട്ടിയത് വെറും 110 കോടി രൂപ മാത്രം. ഇതിൽ 1542 കേസുകൾ കണ്ടെത്തുകയും 1410 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഹെൽപ്പ് ലൈൻ വഴി മാത്രം 1086 കോടി രൂപയുടെ തട്ടിപ്പാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ഇരകൾ സമയത്ത് പരാതിപ്പെടുന്നതിലൂടെ ഏകദേശം 202 കോടി രൂപയുടെ നഷ്ടം തടയാനായി. 2025 സൈബർ പോലീസിന് ലഭിച്ചത് 9 ലക്ഷത്തോളം കോളുകൾ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ വർധന. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ പോലും തട്ടിപ്പിൽ കുടുങ്ങുന്ന സ്ഥിതി. ലാംഗ്വേജും കാര്യങ്ങളെല്ലാം അറിയാം. LNTയിലാണ് ഇതിനു മുമ്പ് വർക്ക് ചെയ്ത് തരുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇതിൽ പോയി പെട്ടെന്ന് പറയുമ്പോഴേ ഇപ്പോൾ ഗ്രൂപ്പിനകത്തെല്ലാം മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്ന കോണ്ടാക്റ്റിലുള്ള ആളുടെ അയച്ചില്ലെങ്കിൽ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് അയക്കും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാ കോണ്ടാക്റ്റും ഹാക്ക് ചെയ്തിട്ട് എല്ലാവർക്കും അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ നാണക്കേട് ഓർത്തിട്ടായിരിക്കും, എനിക്കറിയത്തില്ല. ബാങ്ക് ഉദ്യോഗസ്ഥനും IIT ബിരുദധാരിയും ഉൾപ്പെടെ നിരവധി പേർക്കാണ് ലക്ഷങ്ങളുടെ നഷ്ടം. സൈബർ തട്ടിപ്പുകൾ കൂടുതൽ സങ്കീർണമാകുന്നതിനാൽ ജാഗ്രതയാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം കാണാം മഹാരാഷ്ട്രയിലെ കൂടുതൽ വാർത്തകളും വിശേഷം. പ്രേമലുവിന്റെ ടീമിന്റെ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ന ചോരഹാര്യം ന ച രാജഹാര്യം ന കരോതി ഭാരം വയേ കൃതേ വർദ്ധതേ ഏവ നിത്യം